299 ഷൂകളാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള മൃഗശാലയിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത്, ഞാനും പിള്ളേരും പോണത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി 8 മണിക്ക് അങ്ങാണ്ട് ഇറങ്ങിയത് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് 10 മണിയായി. അത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എത്തിയപ്പം അപ്പോഴത്തേനും പെരും ജനങ്ങളാണ് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങനെ നടന്നു പോയി ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പിള്ളേരും ഞാനും കണ്ണേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ആദ്യം കുറച്ച് പക്ഷികളായിരുന്നു, തത്ത, ഇതുപോലെ പരുന്ത്, പിന്നെ കൂമൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ, കൃഷ്ണപ്പരുന്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ ആ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറേ ചെടികളും മരങ്ങളും ഒക്കെ, ഔഷധങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ മരങ്ങളും ചെടികളൊക്കെ കണ്ടു. പലതിൻ്റെ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറുക്കനാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് അത് ഇങ്ങനെ വരണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുറുക്കനൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇനി ഇത് പന്നിമാൻ എന്ന് പറയും കേട്ടോ, പന്നിയുടെ ഒരു ഇതും മാനിൻ്റെ ഒരു ഇതും കൂടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വരികയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒട്ടകപക്ഷിയാണ് കേട്ടോ. അപ്പോൾ മോള് കൂടെ പറയുന്നുണ്ട്. ഇന്നത്തെ പരിപാടി. അപ്പോൾ അവിടെ കുറച്ച് ബോയ്സൊക്കെ ഉണ്ടായിരുന്നിട്ട്, അപ്പോൾ അവരിങ്ങനെ ഫിറോസ്ഖാനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ കമൻറ്റൊക്കെ പറയണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാനിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഒരുപാട് മാനുണ്ടായിരുന്നു കേട്ടോ, കലമാൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ മാനുകളുണ്ടായിരുന്നു. അപ്പുറമൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹിപ്പോപ്പൊട്ടാമസ് കേട്ടോ. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നത് കേട്ടോ. അതും ജാതി വലിപ്പം, എന്തൊരു വലിപ്പമെന്ന് പറയുക, ഭയങ്കര വലിപ്പം അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, സൗണ്ട് ഇട്ടിട്ട് നോക്കിയതാണ്. അതിനിപ്പുറത്ത് നല്ല സുഖമായിട്ട് അതിന് കുളിക്കുകയാണ് കേട്ടോ. നല്ല പൊരി വെയിലൊക്കെയാണ്, അപ്പോൾ സുഖമായിരിക്കുമല്ലോ അതിലേക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ കുറേ നേരം അതൊക്കെ നോക്കി ഇടയ്ക്ക് അവൻ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ കുളിച്ചും കാണുന്നുണ്ടായിരിക്കാം ചില. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ദേവുവിന് കൺട്രോളൊക്കെ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിൽ കയറി. അപ്പോൾ അമ്പാടിനെയും കൂടെയും കളിപ്പിക്കാമല്ലോ ആ ഒരു ഉദ്ദേശത്തിൽ. അപ്പോൾ ചെരുപ്പ് കൂരിടണമെന്ന് പറഞ്ഞു കേട്ടോ. അത് ചെരുപ്പ് കൂരിയിട്ട് അവർ റൈഡിൽ കയറാൻ തുടങ്ങി. അപ്പോൾ അമ്പാടീനെ ജസ്റ്റ് ഒന്ന് വരച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പാടി ഇതേപോലെ കയറി. അമ്പാടി ആകെ പേടിച്ചു പോയി അതിലിങ്ങനെ ഉരിച്ച് വന്നപ്പോൾ. എന്നിട്ട് പിന്നെ ഒരുവിധം എല്ലാ സംഭവത്തിലും കയറി. പിന്നെ അമ്പാടിനെ എല്ലാത്തിലും ഇരുത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ദേവുവിനെ മാത്രമേ ഓരോന്നിൽ കയറ്റിയിരുത്തി. പിന്നെ ഊഞ്ഞാലവിടെ പോയപ്പോഴാണ് അമ്പട കുട്ട അവിടെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പെൺകൊച്ചാണ്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ നോക്കി ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പക്ഷിയുടെ ഒക്കെ സെക്ഷൻ, കൊക്കിൻ്റെ ടൈപ്പ് ഓഫ് ഇത്. പിന്നെ മാന്, ഇതെന്താണെന്നറിയോ, പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇതല്ലേ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാരാന്നറിയോ, ടുട്ടുവാണ് കേട്ടോ. ടുട്ടു കണ്ടാൽ തന്നെ ടുട്ടു നമ്മൾ തോന്നുന്നത്. മാംസ ബുക്കുകൾ കാണാനാണെങ്കിൽ നമ്മുടെ പുലി, സിംഹം, കടുവ, പുള്ളിപ്പുലി, കാട്ടുപൂച്ച ഒക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്കത് കണ്ടിട്ട് വരാം. പാടുന്നു നല്ല ഉറക്കാണ്. എന്താ നീക്കണ്ട് നീ ലയണേന്ന് വിളിക്ക്. ഒരു സ്റ്റില്ല് വരും. നല്ല വലിപ്പോട്ടത്. നോക്ക് നോക്ക് നോക്ക്, ചാതി വലിപ്പം. അയ്യോ, ഇതാണ് സ്വർണ്ണക്കോഴി.
പിന്നെ ചിലതൊന്നും അങ്ങനെ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഇതൊരു മുതലയാണ് കേട്ടോ. എന്താണ് മീൻ മുതല. ഓക്കെ. പിന്നെ ഇത് കണ്ടിട്ട് ഇത് എന്താ പറയുക, പെരുമ്പാമ്പോ മലമ്പാമ്പോ അങ്ങനത്തെ സംഭവമാണ്. പിന്നെ ഇപ്പുറത്ത് മൂർക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില്ലിൻ്റെ ഉള്ളിൽ കറക്റ്റ് കാണുന്നില്ല. പിന്നെ പച്ചലിപ്പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താ ഉടുമ്പോ അങ്ങനെ എന്തോ ആണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സുഡിയോയിൽ പോയി കേട്ടോ. ഡ്രസ്സ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സുഡിയോയിൽ പോയതാണ്. തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ പോയി നമുക്ക് പറ്റിയതൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ 299 ഒരു ഷൂ ഉണ്ട്. നല്ല അടിപൊളി ഷൂകളാണ്. പിന്നെ ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് ഷൂവിൻ്റെ. 299 റുപ്യ വർത്താണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വെള്ള മറ്റേ നമ്മുടെ ടീഷർട്ട്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ്. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി ഇടാനുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് വേറെയായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി, എല്ലായിടത്തുനിന്നും നോക്കിയിട്ട് അങ്ങനെ ബാക്ക് ടു തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ എന്താ പറയാൻ വന്നത്, അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഡിയോയിൽ വന്നിട്ട് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും നല്ലൊരു അങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും എനിക്കിവിടെ കിട്ടിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പോയതാണ്. മറ്റേ നമ്മൾ ക്രോപ്പ് ടോപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നല്ല വിലക്കുറവുണ്ട്. 199 രൂപയ്ക്കാണ് ക്രോപ്പ് ടോപ്സിനൊക്കെ ഉള്ളത്. പിന്നെ പാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഫറിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാഗി പാൻസ് കാര്യങ്ങൾ, ജോഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത് വേറെ കാര്യം. വലിയൊരു പാൻറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്, വൈറ്റ്. അത് എല്ലാ ഡ്രസ്സിക്കും ഇടാൻ പറ്റുമല്ലോ, അതിൻ്റെ പേരിൽ. അത് 199 രൂപയേ ഉള്ളൂ ഒരു സംഭവം. അതുകൊണ്ട് ഞാനത് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് സ്വർണ്ണം വാങ്ങിക്കാൻ പോയി. വേറെ ഒന്നുമല്ല, സെക്കൻഡ് സ്റ്റഡ് ആയിരുന്നു. അതും തൃശ്ശൂർ തന്നെയാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. കഴിഞ്ഞപ്പോൾ ബൈ.